60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനിടയിൽ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ പിരിക്കില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. ഇപ്പോൾ ട്രംപിന്റെ സോഷ്യൽ ട്രൂത്തിൽ അദ്ദേഹത്തിന്റെ പുതിയ പോസ്റ്റ് വന്നിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ സമാധാന കരാർ നിലവിൽ വന്നില്ല എങ്കിൽ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും തങ്ങൾ ടോൾ പിരിക്കുമെന്നാണ്. അതായത് അമേരിക്ക ടോൾ പിരിക്കും. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം ഈ യുദ്ധത്തിൽ പശ്ചിമേഷ്യയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് തങ്ങൾ ചെയ്ത സേവനങ്ങൾക്കുള്ള പ്രതിഫലം തങ്ങൾക്ക് ആവശ്യമാണ്. ആ പ്രതിഫലം ഞങ്ങൾ ഈ ടോളിലൂടെ ഈടാക്കും. ഭാവിയിലേക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പണവും അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ ടോൾ പിരിവിലേക്ക് തങ്ങൾ കടക്കുന്നതെന്നാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം ഈ യുദ്ധ ചെലവുകൾ ആര് വഹിക്കുമെന്നുള്ളതായിരുന്നു പ്രതിഷേധക്കാർ ചോദിച്ച ചോദ്യം. ഏതായാലും അതിന് തടയിടാനാണോ എന്നറിയില്ല, അതോ കാര്യമായിട്ടാണോ ട്രംപ് പറഞ്ഞതെന്നും അറിയില്ല. ഹോർമൂസിൽ ടോൾ പിരിക്കാൻ അമേരിക്ക എത്തുമ്പോൾ ഇറാൻ കൈയും കെട്ടി നോക്കിയിരിക്കുമോ എന്നും അറിയില്ല. ഏതായാലും ഇറാൻ ഒരു ഭാഗത്തെ ഹോർമൂസിൽ ടോൾ പിരിക്കാൻ മുന്നിട്ടിറങ്ങുന്നു, മറുഭാഗത്ത് അമേരിക്ക ടോൾ പിരിക്കാൻ മുന്നിട്ടിറങ്ങുമ്പോൾ ലോകരാജ്യങ്ങൾ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലാണ്. കാരണം ഒരുപക്ഷെ ഇനി പശ്ചിമേഷ്യ തന്നെ ഈ എണ്ണ വ്യാപാരത്തിന്റെ ഒരു ഭൂപടത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മാഞ്ഞു പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ഇത്രയും റിസ്ക്കും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലൂടെ എണ്ണ കൊണ്ടുവരാൻ കഴിയാതെ അനവധി രാജ്യങ്ങൾ പെട്ടുപോകും. മറ്റ് പാരമ്പര്യേതര ഊർജ്ജങ്ങളിലേക്ക് പലരും മാറേണ്ടി വരും. ഇന്ത്യയൊക്കെ ഇപ്പോൾ വളരെ വേഗത്തിലാണ് എഥനോൾ ഉൾപ്പെടെയുള്ള മറ്റ് ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് തിരിയുന്നത്. ഇത് ഇങ്ങനെ പോകുമ്പോൾ പശ്ചിമേഷ്യക്ക് തന്നെ നാശം സംഭവിക്കാൻ ഇടയുണ്ട്. എണ്ണ ലോകത്തെ വരിഞ്ഞു മുറുക്കുന്നതും അത് വലിയ സംഘർഷത്തിലേക്ക് എത്തുന്നതും അതിൽ നിന്നും പണം ഈടാക്കുന്നതുമൊക്കെ ട്രംപും ഇറാനും നമുക്ക് കാണിച്ചു തരുമ്പോൾ അതിൽ പെട്ടുപോകുന്ന ഇന്ത്യ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട രാജ്യങ്ങൾ കൂടിയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.